ഇന്ന് രാവിലെ തന്നെ അത്തായപ്പോ നമ്മളെ തറവാട്ടിക്ക് വന്നതാണ് തിരുവാലി. അപ്പോൾ കണ്ടോ നിറയെ ഓണപ്പൂവുണ്ട് ഇവിടെ, ഓണച്ചെടി. അപ്പൊ നമ്മളെ വീട്ടിലത്തെ പൂത്തറക്കുള്ള പൂവ് ഫസ്റ്റ് തന്നെ നമ്മളെ തറവാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പൂവിറക്കിയാണ് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോവാന്. എനിക്ക് ഓണത്തിന് ഓണപ്പൂ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അതേപോലെ ഓണപ്പൂ കിട്ടുകയും ചെയ്തു. ഇവിടെ തൊടി കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. അച്ചമ്മ ഉണ്ടെന്ന് നിറയെ പൂവുണ്ട്. ആ തൊടി കൂടെ ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഒരേ കളർ പൂവാണ് അല്ലേ, നീല പൂവ്. ആ റബ്ബറില് ഒക്കെ വെട്ടി തെളിച്ച് ഒന്നുമില്ല. എന്നാലും ഞങ്ങൾ പോണം വിചാരിച്ചിരുന്നു. പക്ഷെ ആരുണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ അല്ലേ, തെച്ചിപ്പൂവല്ലേ ഇപ്പൊ മെയിനായിട്ട് ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ പിന്നെ പൂവ് കണ്ടത്. അത് കാട്ടുമുക്കായിട്ടാണ്. ഇപ്പൊ നമ്മളെ നാസറാക്കാനോടെ കുറച്ച് ചെമ്പരത്തി പൂവുണ്ട് പറഞ്ഞു, അല്ലാതെ ഒരു പൂവില്ല. വാടക വീട്ടിലേ ആഹാ കുട്ടിച്ചനാക്കണ എന്തോ പൂവ് കണ്ടിരുന്നേ. എന്താ എന്താ കൃഷ്ണകിരീടം ഇതാ വീടിന്റെ ഞാൻ കണ്ടു. കൃഷ്ണകിരീടം പറയുന്ന സാധനം ഈ താരപ്പലിക്കൊക്കെ ഇങ്ങനെ തിരിയൂലേ. നമ്മളെ വീട്ടിലെത്തിട്ടോ. വെയിൽ വന്നു, കുറച്ച് നേരം വൈകി. പിന്നെ 8 മണിയായി. പിന്നെ ഇവിടെ വന്നപ്പോൾ അപ്പൂസിന് നല്ല പനിയാണ്. ഇന്നലെ തന്നെ പനിയായിരുന്നു അവന്. അപ്പോൾ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി വൈകുന്നേരം. അതാണ് ഇന്നലെ നമുക്ക് വിശേഷം ഇല്ലാതെ നിന്നത് കേട്ടോ. ഇന്നലെ നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇന്നലെ നമ്മളെ പൂച്ചക്കുട്ടീനെ വാക്സിൻ എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്ന് അപ്പൂസ് സ്കൂളിൽ വന്നത് തന്നെ പനിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഓനെ കൊണ്ടുപോകാൻ നിന്നു. അങ്ങനെ പൂച്ചേനെയും അപ്പൂനെയും കൊണ്ട് നടന്ന് ഇന്നലെ നേരം കിട്ടിയില്ല. ഇന്ന് രാവിലെ അങ്ങനെ പോയി വന്ന് ഇനിയിപ്പോൾ അപ്പൂസിനെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവന് കഴിയണില്ല. അപ്പം മരുന്നൊക്കെ കുടിച്ചവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൂവ് ഇടട്ടെ കേട്ടോ. ഫസ്റ്റ് പൂവ് തറവാട്ടിൽ നമ്മളെ തിരുവാലി, നമ്മളെ കളരിക്കൽ തറവാട്ടിൽ നിന്ന് കിട്ടിയ പൂവാണിത്. അതാണ് നമ്മൾ ആദ്യത്തെ ആദ്യത്തെ പൂവും അവിടുന്ന് കൊണ്ടുവന്നിടുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ചെമ്പരത്തി പൂവൊക്കെ. ഇപ്രാവശ്യം അതൊന്നുമില്ല, ചെമ്പരത്തിയൊന്നുമില്ല. രാത്രി കൊണ്ടുവയ്ക്കണം പൂവൊക്കെ, എന്നാല് ഇടാൻ കഴിയുള്ളൂ. നമ്മളെ ഓണച്ചെടിമത്തെ പൂ കേട്ടോ. അർത്ഥമായിട്ട് രാവിലെ തന്നെ എന്തുവാ നോക്കിയാ ആന്റി കാട്ടണ് അപ്പിയിൽ കളിക്കണേ. അയ്യേ ഓന്റെ വായൊക്കെ അയ്യേ. പാറു ഇതിലടിയിൽ കിടക്കുന്നുണ്ട്. കാറിന്റെ വീട്ടില് കിടക്ക. വാവറങ്ങണേ ഉണ്ട്. അപ്പു ഇതാ അതിന്റെ ഉള്ളിൽ കിടക്കണ. അപ്പു ഒന്നിട്ട് വന്നാ. അപ്പൊ നമുക്ക് പൂവിടാൻ തുടങ്ങാം അല്ലേ. കുന്തുണ്ടോ പൂവിടാനുണ്ടായിട്ട്. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും അത്തം ദിന ആശംസകൾ. നമ്മളെ അപ്പൂസിനെ പൂവിടാൻ കിട്ടണില്ല കേട്ടോ. അല്ലെങ്കിൽ ഓനൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് സുഖമല്ല, അപ്പൊ അതുകൊണ്ട് ഓൻ വിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള,
നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് നമുക്കിങ്ങനെ പൂവിടാനുള്ള ഭാഗ്യം കിട്ടിയതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഈ ഒരു നിലയിൽ എത്തിച്ച എല്ലാവർക്കും അല്ലേ നന്ദി പറയാണ്. നമ്മളെ സ്നേഹം നമുക്ക് ഇത്രയും സ്നേഹം തന്ന് ഇത്രയും ഒരു നിലയിൽ എത്തിച്ചത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മളതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? നമ്മളെ ഓണപ്പൂവ്, നമ്മളെ കോസ്മോസ്, ഇതിനൊക്കെ നമ്മൾ രാവിലെ ഉദിക്കണ വെയിൽ തന്നെ. അമ്മ പൂട്ടുള്ളൂ, ഞാൻ ഇട്ടെന്ന് വെച്ചാ അമ്മയ്ക്ക് കുനിഞ്ഞ് നിന്നിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ടാട്ടോ ഞാൻ തന്നെ ആക്കണത്. പിന്നല്ലാതെ അമ്മ ഒരു ഓണപ്പാട്ട് പാടിക്കൊടുത്തേ. ആ കുന്തോ ഒരു പാട്ട് പാടിടാ. പാട്ടില്ലേ? പാറുട്ടിക്ക് അവിടെ കടന്നിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ് കേട്ടോ. സ്ഥലം അങ്ങോട്ട് ശരിയാവണില്ലാന്ന് തോന്നുന്നു. ഒരു മാവേലി നാട് പാടിക്കും. ആ ഓണപ്പാട്ടാണോ അത്? പാട്ടാണോ അത്? ഓന്റെ പാട്ട് കഴിഞ്ഞു കേട്ടോ. ഓണപ്പാട്ട് കഴിഞ്ഞു. നല്ല പാട്ടാട്ടോ. ഒരു മാവേലി നാട് പാടിക്കാം. അറിയാം. ഓണം വന്നു മാവേലി നാടു എങ്ങനെ കുന്ത് പാടിക്കാം. പാടുട്ടി. മഞ്ഞടിക്കുക. ഒരു തുമ്പ കൊണ്ടട്ടെ. സന്തോഷം അപ്പൂസിന് പനിയായിരുന്നു. അതാണ് ഞാൻ 2 പിന്നെ തുമ്പ കൊണ്ടട്ടെ. എൻ്റെ കുറച്ച് ശരീരമൊക്കെ മണ്ണായി. എന്താണ് പാറുട്ടിക്ക് എന്താണ് പ്രശ്നം? എന്താ നടുക്ക് നമ്മളെ മുക്കുറ്റിയും തുമ്പയും വെക്കാം. നടുക്ക് മുക്കുറ്റി വെക്കേ. നമ്മളെ മുക്കുറ്റി പ്രധാനപ്പെട്ട ഒരു ആളാണ് മുക്കുറ്റി തുമ്പി. അങ്ങനെ ചേച്ചി തുമ്പി മതി. വെക്കട്ടെ. ആ മുക്കുറ്റിയാണ്. ആ മുക്കുറ്റി നടുക്ക് വെക്കാം. കോസ്മോസിൻ്റെ അതുകൊണ്ട് മത്തൻ്റെ പൂവിൻ്റെ കളർ. എന്നാലും ഒരുവിധം പൂവൊക്കെ ഒപ്പിച്ചില്ലേ? പൂവ് ഏത് പൂവില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായിട്ട് നിൽക്കുന്നു. എന്നാലും കിട്ടി എല്ലാ പൂവും. പെട്ടെന്നൊരു തട്ടിക്കൂട്ടിയ പൂവ്. മന്ദാരം, തുമ്പ, ഓണപ്പൂവ്, കോസ്മോസ്, കൃഷ്ണഗിരി. ഒരു തുളസീൻ്റെ കൂടി വെക്കണം. തെച്ചി മന്ദാരം തുളസി വെക്കണം. തെച്ചി മന്ദാരം തുളസി അല്ലേ പറയാ? അതിൻ്റെ തുളസീൻ്റെ തുളസി നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട് ഇവിടെ. ഒരു നല്ലൊരു കതിരുള്ള വേണ്ടേ? മുക്കുറ്റി തന്നെ ഉണ്ട് നടുക്ക് സൂപ്പറായി നിൽക്കണം. എന്നാലും കൂടെ തുളസീനെ നമ്മൾ റെഡി.
റെഡി തട്ട് തട്ടായി നിൽക്കുന്നുണ്ട്. ഓണപ്പൂക്കളം, അത്തപ്പൂക്കളം പൂക്കളം റെഡി. ഞാൻ അപ്പൂസിനെ കൊണ്ടാക്കി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അത്തസദ്യ ഉണ്ടാക്കാം. അതൊന്ന് പറ, അത്ര വലിയ സദ്യ ഒന്നുമില്ല, ഒരു കുഞ്ഞ് ഓണസദ്യ. അപ്പൊ നമ്മളെ അത്തസദ്യ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. നമ്മളെ ലാസ്റ്റ് നമ്മളെ സേമിയ പായസമാണ്. നമ്മൾ അരിയും പയറും മാത്രം ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ ഇപ്പൊ നാളികേരത്തിന്റെ ക്ഷാമം ഒക്കെ പാടെ കൊണ്ട് നമ്മളിപ്പോ ഈ സേമിയത്തുമ്മയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. അതാണ്. ഇതാവുമ്പോ പിന്നെണ്ടോ, ഇതാ പാക്കറ്റ് വാങ്ങുക, അലക്കുക, അല്ലെങ്കിൽ പാക്കറ്റ് പാല് വാങ്ങുക. അപ്പൊ ഇതിന് ബുദ്ധിമുട്ട് വരില്ല. ഇപ്പൊ നാളികേരം കിട്ടാനും ഇതാണ് നമുക്ക്. നമുക്ക് കുറച്ചൊക്കെ ഉണ്ടേന്ന് പിന്നെയൊക്കെ അങ്ങനെ കിട്ടും. പക്ഷെ നമ്മളാരും അങ്ങനെ മേടിക്കാനും ഇപ്പൊ അടുത്തൊന്നുമില്ല. പോയി മേടിക്കാം നമുക്ക്. ഓണത്തിനൊക്കെ നാളികേരം പിഴിഞ്ഞ പായസമാണ് ടേസ്റ്റ്. ഓണത്തിന് നമുക്ക് അതാക്കാം. ഓണത്തിന് അതാക്കാം. നാളികേരം കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ്. നാളികേരം നല്ലോണം ചെലവാനും കയ്യിന് നല്ല ബലം വേണം, പൈച്ചവര് വേണം. അപ്പൊ ഞാൻ പായസം അടച്ചു കഴിച്ചാലോ? ഇതിക്ക് അണ്ടി മുന്തിരിയൊക്കെ നെയ്യില് മൂപ്പിച്ചോണ്ട് ഒഴിച്ചിട്ടുള്ളൂ. ഉണ്ടാക്കണത് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് സന്തോഷേട്ടനും ഇവിടുന്ന് പോയത് നമ്മളെ ഗ്യാസൊക്കെ തീർന്നിരുന്നു. അത് നിറയ്ക്കാനും ഓരോ ഇതായിരുന്നു, തിരക്കിലായിരുന്നു. അപ്പൂസിനെ സ്കൂളിലാക്കാൻ പോയതല്ലായിരുന്നു. അപ്പോഴേക്കിനും വന്നപ്പോഴേക്കിന് ഇതെല്ലാം ആക്കി സാമ്പാറുണ്ടാക്കി അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പായസമായി. ഇന്നാണെങ്കിൽ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടോ, എല്ലാം ഇരുട്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത്തം തുടങ്ങിയപ്പോൾ ഇത്രയും ദിവസം നല്ല വെയിൽ പറഞ്ഞാൽ പൊടി പറയും, വെയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെയിലായിരുന്നു. ഇപ്പം ഓണം വെളുക്കും. എന്നാൽ അതന്നെയാണ് സ്ഥിതി. ചാറ്റലും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചോറുണ്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇതാ നമ്മളെ വാഴേൻ്റെ സംഭവം ഇവിടെ കിടക്കുന്നത്. പക്ഷെ തല അങ്ങ കിടക്കുന്നത്. അപ്പോൾ അതുമ്മയ്ക്ക് നമുക്ക് എത്തൂല. അപ്പം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പറ്റി പിടിച്ച് കയറും. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൂടെ കയറി മറിഞ്ഞ് പോയിട്ട് ഈ കമ്പി താഴ്ത്തണം. കിട്ടൂല. അതുകൊണ്ട് അതുകൊണ്ട് കിട്ടുമ്മ. മൂന്നാളില്ലേ, കിട്ടൂല. തിന്നണ്ട. ഞാൻ എടുത്തരാം. ഇത് രണ്ടും മതി. അപ്പൂസ് വന്നിട്ട് ഓന് നടക്കണം. അതാണ് കുട്ടേന്റെ തൊഴിൽ പോയ ഫ്രഷ് നല്ല ഇല കിട്ടും. അപ്പൊ ഞാന് അവിടെ പോയിട്ട് ഇല എടുക്കട്ടെ. പാറുവിന്റെ കഥ എന്താ എന്റെ കഥ? പാറു ഇങ്ങനത്തെ കീസിനെ പറ്റുള്ളൂ. ഇപ്പൊ പാറുവിന്റെ ആയത്തോണല്ലമ്മ അല്ലേ? പാറുവിന്റെ നമ്മളെക്കരെ കടന്നു. ഇപ്പൊ കിട്ടൂല. കിട്ടുണ്ടോ? എവിടെ കാണാനല്ലോ കമ്പി അവിടെ വീഴാന് നല്ല ചാൻസ് ഉണ്ട്. കല്ലാണ്. ഉണ്ടല്ലോ. അങ്ങോട്ട് വാ. കമ്പി ഇട്ടുണ്ട് കേട്ടോ. ഇടട്ടെ. ഇഞ്ചി മതി. വെട്ടിക്കലവിടെ നാലെണ്ണഞ്ചെണ്ണൊക്കെ ഉണ്ടായി മതി. അത്തത്തിൽ എല്ലാവരും പങ്കെടുക്കാൻ വന്നോളെ. ഇലട്ടു, ഉപ്പേരി വിളമ്പി, ചോറൊക്കെ വിളമ്പി, സാമ്പാറും ഉപ്പേരി. എന്നും ഉച്ചയ്ക്ക് അപ്പൂസ് വരലുണ്ട്. ഇന്ന് അപ്പൂസ് 2 പരീക്ഷയാണ്. ഇന്നും കൂടി ഉള്ളു കഴിഞ്ഞ്. അപ്പൂല്ല. നമ്മളെ പാറൂസിന്റെ പുതിയ ഓണാണ്. പാറു വന്നിട്ടുള്ള പുതിയ വീട്ടിൽ അത്തം. പുതിയ വീട്ടിൽ തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ? അത് പറഞ്ഞാൽ പാറുണ്ട് അവിടെ. സാമ്പാർ എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടിയാ അവിടെയാണ് പറ്റി കൂടും. പിന്നെ അവിടുന്ന് അനങ്ങൂല. അടിപൊളി. പായസം കൊണ്ട് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങോട്ട് പോരെ. ചോറ് വേണോ? ഇനി മത്തനൊക്കെ നമുക്ക് നാളെ ഉണ്ടാക്കാം അല്ലേ? മത്തനെല്ലാം ഉണ്ട്. എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടില്ല.
ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഓരോ ദിവസവും. അപ്പോൾ എന്താ പറയാ, നമ്മളിനി ചോറിനട്ടെ കേട്ടോ. അപ്പം ഇനി നോക്കണം. എല്ലാവർക്കും ബൈ.